എടാ വെൽക്കം ടു ദ വീഡിയോ. സോ ഞാൻ സ്ട്രൈറ്റ് പോയിന്റിലോട്ട് തന്നെ വരാം. നമ്മൾ ബേസിക്സ് ആണ് നോക്കാൻ പോകുന്നത് ബോക്സിങ്ങിൻ്റെ. ഓക്കെ, ഫസ്റ്റ് ബോക്സിംഗ് സ്റ്റാൻസ് നിൽക്കുക. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ലെഗ് ഫോർവേഡ്, റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്. ഞാൻ ഒരു റൈറ്റ് ഹാൻഡർ ആണ്, സോ ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 8 സ്റ്റെപ്സ് ആണ്. സോ അത് ഞാൻ ലാറ്ററൽ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. സോ 1 2 3 4 5 6 7 8. ഓക്കെ, സെക്കൻഡ് വൺ വരുന്നത് 1 2 3 4 സ്റ്റെപ്സ് ആണ്. തേർഡ് വരുന്നത് പറഞ്ഞാൽ 2 1 2. ഓക്കെ, സോ അഗെയിൻ 8 1 2 3 4 5 6 7 8. Then 4 1 2 3 4. Then 2 1 2. That's it. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മാർക്കിങ്സ് എങ്ങനെയാണ്, സോ ബേസ് തൊട്ട് നമുക്ക് തുടങ്ങാം. ആയോ? സോ ബോക്സിംഗ് ഡിസ്റ്റൻസ് നിൽക്കുക, മാർക്ക് ചെയ്യുക. ലീഡിങ് ലെഗിൽ ഒരു മാർക്ക്, ബാക്ക് ലെഗിൽ മാർക്ക് ചെയ്യുക. ദെൻ ലെഫ്റ്റിലോട്ട് കാലിങ്ങനെ ഒരു എൽ ഷേപ്പിൽ വയ്ക്കുക. ദെൻ അവിടെ ഒരു മാർക്ക് ചെയ്യുക. ദെൻ അഗെയിൻ സ്ട്രെയിറ്റ്. ഈ ലെഗ് നമ്മുടെ ഈ ലെഗ് അവിടെ തന്നെ കീപ്പ് ചെയ്യുക, ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. അവിടെ മാർക്ക് ചെയ്യുക. ദെൻ പിന്നെ പിവട്ട് ചെയ്യുക, അവിടെ മാർക്ക് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് 4 മാർക്ക് നമ്മൾ ചെയ്തേക്കുന്നു. സോ 1 2 3 4 4 സൈഡ് നമ്മൾ മാർക്ക് ചെയ്തു. സോ ചില സമയങ്ങളിൽ മാർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് കോണി ഇങ്ങോട്ട് കോണി കാണും. സോ അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് സ്ട്രെയിറ്റ് ബോക്സ് ആക്കാൻ നോക്കുക. സോ ഇപ്പോൾ ഒരു ബോക്സ് ആയി. സോ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മുടെ ഈ പോയിന്റ് കണക്ട് ചെയ്ത് ഒരു 2 ലൈനിലൂടെ വരയ്ക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ബോക്സ് വെച്ചിട്ട് എങ്ങനെ ക്ലോക്ക് വൈസ് ചെയ്യാം, എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാൻ നോക്കാം. ലീഡിങ് ലെഗ് സെൻറ്ററിൽ വയ്ക്കുക. സോ ഇവിടെ നിന്നിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ്. നിങ്ങൾ ക്ലോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അറിയാമല്ലോ, ഇത് ഇങ്ങനെ. സോ അതേമാതിരി നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ് 4 ഡയറക്ഷനിലും. ഓക്കെ, ഈ പോയിന്റ് കാല് വയ്ക്കുക, ജസ്റ്റ് ഇത് പിവട്ട് ചെയ്യുക. സെയിം. സോ ചില സമയത്ത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലം പോകും. നമ്മളെപ്പോഴും ഫോക്കസ് നമ്മുടെ ഫീറ്റിലായിരിക്കണം. അവിടെ നിന്നിട്ട് എപ്പോഴും നമ്മൾ പിന്നോട്ടാണ് പോയെങ്കിൽ ആ പോയിന്റിലോട്ട് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സോ മൂവ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, മൂവ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. സി, സോ ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. സോ 1 ഉണ്ടല്ലോ, പിവട്ട് ചെയ്യുക, ഫുൾ ബോഡി റൊട്ടേറ്റ് ചെയ്യണം. എഗെയിൻ. സി, മനസ്സിലായല്ലോ? സോ ഇപ്പോൾ രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നോക്കാം. സോ ക്ലോക്ക് വൈസ്, ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ദെൻ ക്ലോക്ക് വൈസ്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യേണ്ടതെന്ന്. എടാ നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ഫുഡ് വർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വായോ. സോ ഗാർഡ് അപ്പ്. ഒരു പഞ്ച് ഒരാൾ ചെയ്യുമ്പോൾ പഞ്ച്, സോ ഈ പഞ്ച് വരുന്നത് നമ്മൾ ബാക്ക്. പിന്നെ നമുക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ കയറി അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ബട്ട് ദ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അറ്റാക്കും ചെയ്യാൻ പറ്റും സെയിം ടൈം. ശരി കണ്ടോ, നമ്മൾ പഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പുറകോട്ട് ഇറങ്ങി. പറഞ്ഞാൽ മനസ്സിലായോ? സംടൈംസ് പഞ്ച് കണക്ട് ചെയ്യും, സംടൈംസ് പഞ്ച് കണക്ട് ചെയ്യത്തില്ല. ബട്ട് നമ്മൾ ഈ പഞ്ച് എറിയുമ്പോൾ അവൻ കയറി വരത്തില്ല, അത് ഉറപ്പാണ്. ഓക്കെ, അടുത്ത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് നോക്കിക്കോ. സോ ലെഫ്റ്റ് പഞ്ച് ചെയ്തു, എനിക്കിപ്പോൾ അകത്ത് കയറി അവനെ അറ്റാക്ക് ചെയ്യണം. സോ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്. വൺ മോർ, ഗോ ബാക്ക്, പഞ്ച്, സോ ക്ലോസ്. ഓക്കെ, റൊട്ടേറ്റ് യുവർ ബോഡി. ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. സോ നോക്കിയേ, ഇവിടെ ഫുള്ള് നമുക്ക് ഓപ്പൺ ആണ്. അവനെ നമുക്ക് ബോഡി ഹുക്ക് ചെയ്യണോ, നിങ്ങൾക്ക് അപ്പർ ചെയ്യണോ, ഡയറക്റ്റ് ചിന്നിലോട്ട് കൊടുക്കണോ, എന്ത് വേണമെങ്കിലും. ഈവൻ നമുക്ക് ഒരു ഹാഫ് വേണമെങ്കിലും കൊടുക്കാം. പവർഫുൾ പഞ്ച്, ക്ലോസ് റേഞ്ചിൽ പവർഫുൾ പഞ്ചസ് എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ കൊടുക്കാം. അവൻ ഫുൾ ഓപ്പൺ ആണ്. ഈവൻ ദോ അവനൊരു എക്സ്പീരിയൻസ്ഡ് ബോക്സർ ആണെങ്കിൽ പോലും നമ്മൾ വന്നേ. സോ ഈ പഞ്ച് ചെയ്ത് ഇൻസൈഡ് കയറി കഴിഞ്ഞാൽ ഒരു പഞ്ചിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലാകാം. എടാ നമ്മൾ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഗാർഡ് അപ്പ്, റൈറ്റ്. സോ എപ്പോഴും നമ്മൾ റൈറ്റ് ഹാൻഡ് വരുമ്പോഴാണ് നമുക്ക് ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് എപ്പോഴും ഉപയോഗപ്പെടുന്നത്. കാരണം വെച്ചാൽ റൈറ്റ് ഹാൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല റിച്ചും കാണും, അത്യാവശ്യം നല്ല സ്ട്രോങ്ങും ആയിരിക്കും, ആക്യുറേറ്റും ആയിരിക്കും പഞ്ച്. സോ ഇത് നമ്മൾ ഡിഫൻസ് മീൻസ് കൗണ്ടർ ചെയ്യാണ്ട് അല്ലെങ്കിൽ എൻറ്റയർലി ഡിഫൻസിലോട്ട് പോകാണ്ട് ഫുള്ളായിട്ട് ഇതിനെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലോക്ക് വൈസ് ചെയ്താൽ മതി. സോ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു ഒപ്പോണൻറ്റ് അവൻ ഫുൾ അഗ്രസീവായിട്ട് അവനെ നോക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞ രീതിക്ക് വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഫുൾ ഫോഴ്സിലായിരിക്കും പഞ്ച് ചെയ്യാൻ വരുന്നത് റൈറ്റ്.
സോ ആ സമയത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്ത് ആ പഞ്ചിനെ മാറുമ്പോൾ ഈസിലി അവൻ ഇങ്ങോട്ട് പോകും. സോ നമുക്കാണ് അവിടെ അഡ്വാൻറ്റേജ് കൂടുതൽ. ഈസിലി നമുക്ക് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കതിനെ പൊങ്കാലിടാം, ആ രീതിക്ക് നമുക്ക് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്കപ്പോൾ സൈഡ് ബൈ സൈഡ് മൂവ് ചെയ്യേണ്ട പോയിന്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് പഠിക്കാം. വാ, സെയിം പൊസിഷനിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ രണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് ലെഗ് ഏകദേശം നമ്മുടെ ലെഫ്റ്റ് ലെഗിൻ്റെ പാരലായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ വയ്ക്കുക. ഓക്കെ, ഇവിടെ നിന്നിട്ട് ലൈക്ക് ദിസ്, one more like this, then അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, then go back. സോ നമ്മളിത് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റൈറ്റ് ലെഗ് ഈ പോയിന്റിൽ വെച്ചിട്ട് നിങ്ങളുടെ നോർമൽ സ്റ്റാൻസ് ആക്കാൻ നോക്കുക. സോ ഓക്കെ, സോ ഞാൻ റൈറ്റ് ലെഗ് ഇവിടെ വെച്ചു. എൻ്റെ നോർമൽ സ്റ്റാൻസ് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലെഗ് ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ ഡിസ്റ്റൻസ് ഞാൻ കീപ്പ് ചെയ്യുന്നു. സോ ഇതാണ് എൻ്റെ ബോക്സിങ്ങിലെ നോർമൽ സ്റ്റാൻസ്. അവിടെ ലീഡിങ് ലെഗിൻ്റെ അവിടെ ഒരു മാർക്ക് കൂടെ ചെയ്യുമ്പോൾ മാർക്കിങ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. സോ അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. കാണുമ്പോൾ ഒരു വൃത്തിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പഠിക്കാൻ വേണ്ടി ഓക്കെയാണ്. സോ ഇതിലെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. ഓക്കെ, സോ പൊസിഷൻ, സോ റൈറ്റ് ലെഫ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ബാക്ക് ലെഗ് പോയിന്റിൽ വയ്ക്കുക, ഫുള്ള് ബോഡി ഷിഫ്റ്റ് ചെയ്യുക, സ്ട്രെയിറ്റ്. സോ ലെഫ്റ്റ് സൈഡ് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലീഡിങ് ലെഗ് ബാക്കിലോട്ട് വയ്ക്കുക, റൈറ്റ് ലെഗ് പുറകിലോട്ട് വയ്ക്കുക. 1 2 3 and 4, 1 2 3 and 4. ഓക്കെ, സോടാ ഇപ്പം നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോൺ അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. വാ, സോ ഗാഡപ്പ് നമ്മൾ ലെഫ്റ്റ് പഞ്ച് ചെയ്യുന്നു. സോ അവിടെ നമ്മൾ റൈറ്റ് കോൺ യൂസ് ചെയ്യും. എന്തിനകത്ത് കയറാൻ വേണ്ടി ആൻറ്റി ക്ലോക്ക് വൈസ് യൂസ് ചെയ്യുന്നത് മാതിരി തന്നെ അതിനൊരു ഡിഫറെൻറ്റ് വെർഷൻ. ഓക്കെ, സോ റൈറ്റ് കോൺ വെച്ചു, അകത്ത് കയറി. ഓക്കെ, സോ നമുക്ക് ഇതിന് രണ്ട് യൂസ് ഉണ്ട്. സോ അകത്ത് കയറി നമുക്ക് പ്രോപ്പർ സ്റ്റാൻഡിൽ നിന്ന് പിടിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇൻസൈഡ് പോവുക, റോൾ ചെയ്തിട്ട് പ്രോപ്പർ സ്റ്റാൻഡ്സ് വരാൻ പറ്റും. പറഞ്ഞു കേട്ടോ, റോളിങ്ങിന് വളരെ നമ്മുടെ സ്ലിപ്പും റോളൊക്കെ ചെയ്തില്ലേ, അതിനൊരു ഭയങ്കര യൂസാണ്. സോ റൈറ്റ് കോൺ മൂവ് കണ്ടോ, ഇൻസൈഡ് കയറി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പം മൂവ് ചെയ്താലും ഈ കൈ അവന് ഈ ലെഫ്റ്റ് ഹാൻഡ് പുറകിലോട്ട് എടുക്കാണ്ട് അവന് റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എത്ര അഡ്വാൻസ് ആണ്, എന്ത് വലിയ ബോക്സ് ആയിരുന്നാലും. സോ ഇത് തിരിച്ചു പോകാണ്ട് ഒരാൾ ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞ മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ച് ചെയ്ത് തിരിച്ചെടുക്കാതെ ഇങ്ങനെ അടിക്കാൻ നമുക്ക് പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായി? വലിയ പവറും കാണത്തില്ല, ആക്യുറസി കാണത്തില്ല, അതിന് എന്താ പറയുക, ഒരു മണ്ടത്തരമായിരിക്കും. സോ ലെഫ്റ്റ് ഇടുന്നു, റൈറ്റ് കോൺ ചെയ്യുന്നു, മേ ബി ഇങ്ങനെ നമുക്ക് അകത്ത് കയറാം, അതല്ല റൈറ്റ് കോൺ റോൾ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ റോളിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങൾ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഓൺലി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോൺ മാത്രം കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് കോൺ എങ്ങനെ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ലെഫ്റ്റ് കോൺ യൂസ് ചെയ്യുന്നത് നോക്കാം. എപ്പോഴും നമ്മൾ ലെഫ്റ്റ് കോൺ യൂസ് ചെയ്യുന്നത് മാക്സിമം നമ്മളൊന്ന് സ്ലിപ്പ് ചെയ്തൊന്ന് റിട്രീവ് ചെയ്യണം, അറ്റാക്കിലോട്ട് പോകണ്ട, അതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ റൈറ്റ് വരുന്നു, ഫോർ എക്സാമ്പിൾ റൈറ്റ് വന്നു, എനിക്ക് അവനെ കൗണ്ടർ ചെയ്യേണ്ട, എനിക്ക് ഒന്ന് ജസ്റ്റ് ഡിഫറെൻ്റ് ഒന്ന് ബാക്ക് ഇറങ്ങണം, കുറച്ച് പുറകിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ മാതിരി റിവേഴ്സ് വയ്ക്കുക. ഓക്കെ, ദെൻ മൂവ് ബാക്ക്. സോ ബാക്ക് ഒന്നുകൂടെ ചെയ്തേ. സോ ഇതിൻ്റെ കൂടെ നമ്മളപ്പോൾ സ്ലിപ്പും കൂടെ ഓട്ടോമാറ്റിക്കലി ആവുകയാണ് കണ്ടോ. നമ്മുടെ ഹെഡ് മൂവ്മെൻ്റ് ഉണ്ടോ, ഇവിടെ നിന്ന് മാറി ഇനി എത്തിക്കഴിഞ്ഞു. ആ പഞ്ച് കംപ്ലീറ്റ്ലി നമ്മൾ മിസ് ചെയ്തു, നമ്മൾ പുറകോട്ട് വരികയും ചെയ്തു. സോ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്തു, ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ പുറകോട്ട് പോയി. സോ അവന് 1-2 സ്റ്റെപ്പ് എടുത്ത് മുന്നേ വെച്ചാൽ നമ്മളെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒന്ന് കത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവൻ ആ സ്റ്റാൻഡ് ചെയ്ത് മാറത്തില്ല, ഈ ലീഡിങ്ങിലേക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഞാൻ പഠിപ്പിച്ച ബേസിക്സ് വെച്ച് എങ്ങനെ ആ മൂവ്മെൻറ്റ്സ് പ്രോപ്പറാക്കി ആ സ്ട്രെയിറ്റ് ലൈനിൽ ഞാൻ എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ ലീഡിംഗ് ലെഗിന് എങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എനിക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മൂവ് ചെയ്തേ. സോ അങ്ങോട്ട് മൂവ് ചെയ്തു, ക്ലോക്ക് വൈസ് ചെയ്തു, കറക്റ്റ് ഇവിടെ വന്നു. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തു, കറക്റ്റ് ചെയ്തു, മൂവ് ചെയ്തു. എഗെയിൻ ക്ലോക്ക് വൈസ് ചെയ്തു, എഗെയിൻ ക്ലോക്ക് വൈസ് ചെയ്തു, എഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തു, എഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തു. കുറച്ചുകൂടെ വൈഡ്, ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, കുറച്ച് വൈഡായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. സോ എഗെയിൻ ക്ലോക്ക് വൈസ് ചെയ്തു. സി, ഇതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ ചെയ്താലും ഒരു ഒപ്പോണൻറ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അവൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തന്നെ ചെയ്യും, ഒരിക്കലും. അതൊരു ബേസാണ്, നിങ്ങളുടെ ബോഡിയുടെ കോർഡിനേഷനും കൺട്രോളും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബേസാണത്. അത് പ്രോപ്പറായിട്ട് അങ്ങനെ തന്നെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫ്ലുവൻ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ സ്റ്റൈലിൽ അത് മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ആദ്യമേ വന്ന് ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സമയമെടുത്ത് ഒരു ദിവസം ഒരു 15 to 20 minutes ഇതെല്ലാം കവർ ചെയ്യുക. എഗെയിൻ
അടുത്ത ദിവസം 15 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കവർ ചെയ്യുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മൂവ് ചെയ്യാനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൂവ് ചെയ്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അത് ബേസ് പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൊണ്ട് കഴിയത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അവിടെ നെക്സ്റ്റ് വീക്ക് തൊട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഗാർഡ് വയ്ക്കുന്നത്, എങ്ങനെയാണ് പഞ്ച് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സെയിം അതിൻ്റെ ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വീഡിയോ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ എൻഡ് ഓഫ് ദി വീക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു.